വെടിയൊച്ചയില്ലാത്ത, മരണഭയമില്ലാത്ത പുതിയ നാളിൻ്റെ നാൾവഴികളിലേക്ക് ആഹ്ലാദത്തോടെ ഗസക്കാർ ചുവടുവെക്കുമ്പോൾ ആ തെരുവീഥികളിൽ നെഞ്ചു വിരിച്ച് അവരുണ്ടായിരുന്നു. ഹമാസ് പോരാളികൾ, തീവ്രവാദികളെന്ന് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ലോകത്തിലെ മേലാളന്മാർ അടച്ചാക്ഷേപിച്ച ഹമാസ് പോരാളികൾ. ഇവരെവിടെ പോയിരുന്നു എന്നാണ് ഇപ്പോൾ ലോകം അത്ഭുതത്തോടെ നോക്കുന്നത്. ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ ഗസയിൽ നടത്തിയ വിളയാട്ടങ്ങൾക്ക് അറുതിയില്ല. ഓരോ തരി മണ്ണും അരിച്ചു പറക്കി നോക്കിയിട്ടും അവരെ കിട്ടിയില്ല. ഇസ്രായേൽ ഗസയിൽ നടത്തിയത് വംശഹത്യയാണ്. ആ വംശഹത്യ നടത്തുമ്പോൾ ഹമാസ് പോരാളികൾ ഭയന്ന് വിറയ്ക്കുമെന്നും ഹമാസ് പോരാളികൾ കീഴടങ്ങുമെന്നും ഇസ്രായേൽ കരുതി. ഹമാസിനെ തകർക്കാനെന്ന മട്ടിൽ ഒരു നാടിനെയാണ് ഇസ്രായേൽ സൈനികർ തകർത്ത് തരിപ്പണമാക്കിയത്. അപ്പോൾ ഭീകരവാദികൾ ആര്? ഇസ്രായേലുകളോ ഹമാസോ? ഈ ചോദ്യമാണ് പൊളിറ്റിക്സ് കേരള മുന്നോട്ട് വയ്ക്കുന്നത്. തെരുവുകളിൽ ഗസക്കാർ പിടഞ്ഞു വീഴുമ്പോൾ അവർക്ക് സംരക്ഷകരായി ഹമാസ് പോരാളികൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 1,00,000-ലധികം പലസ്തീനുകൾ, ഗസക്കാർ കൊല്ലപ്പെട്ടു. 1,00,000-ലേറെ പേർക്ക് പരിക്കേറ്റു. അംഗഭംഗം വന്ന കുഞ്ഞുങ്ങൾ, അബോർഷനായ ഗർഭചിത്രം വന്ന ഗർഭിണികൾ, ഇതൊക്കെയാണ് ഗസയിലെ നരക കാഴ്ച. ആ നരക കാഴ്ചയിലും അവർ ഹമാസ് പോരാളികളെ ചേർത്ത് പിടിക്കുന്നു. തങ്ങളുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഹമാസ് പോരാളികൾക്ക് ഇപ്പോൾ വീരപരിവേഷമാണ് ഗസയിൽ. എന്തിനായിരുന്നു ഈ യുദ്ധം എന്ന് ഇസ്രായേലിനോട് ചോദിച്ചാൽ നെതന്യാഹുവിന് ഉത്തരമില്ല. യുദ്ധമുഖത്ത് ഇസ്രായേൽ ഒരു കാരുണ്യവും കാണിച്ചില്ല. മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് നടത്തിയത്. 3 വനിതാ ബന്ദികളെ ഹമാസ് വിട്ടയച്ചു. പകരം 90 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചു. അവരിൽ കുട്ടികൾ പോലും ഉണ്ടായിരുന്നു. ഇസ്രായേലി സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞ് എന്ന പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട കുരുന്നുകൾ, മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, വളരേണ്ട പ്രായത്ത്, പാറി നടക്കേണ്ട പ്രായത്ത് ജയിലിലടയ്ക്കപ്പെട്ട കുട്ടികൾ, അവരൊക്കെ വിട്ടയച്ചവരിൽ ഉണ്ടായിരുന്നു. ഏത് ഹമാസിനെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകും. ഏത് ഹമാസിനെയാണ് തുരത്തിയത്? ഏത് ഹമാസിനെയാണ് ഉന്മൂലനം ചെയ്തത്? ഒന്നും സംഭവിച്ചിട്ടില്ല. വീറോടെ നിൽക്കുന്നു ഹമാസ് പോരാളികൾ. അവർക്ക് മുമ്പിൽ ലോകത്തെ ചിന്തിക്കുന്ന ജനത നമസ്കരിക്കുന്നു. അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ഇസ്രായേൽ എന്ന മാരക പ്രഹരശേഷിയുള്ള രാജ്യം, ആ രാജ്യം ഗസയിൽ നടത്തിയത് ക്രൂരമായ അതിക്രമങ്ങളാണ്. ഹമാസിൻ്റെ തുരങ്കങ്ങൾ കണ്ടുപിടിച്ചുവെന്നും ഹമാസിനെ തുരങ്കങ്ങളിൽ കയറി കൊന്നൊടുക്കിയതെന്നും ഒക്കെ ഇസ്രായേൽ പറയുമ്പോൾ എവിടെ നിന്നാണ് ഗസയിൽ ഇപ്പോൾ ഹമാസ് പോരാളികൾ നിറഞ്ഞെത്തിയിരിക്കുന്നത്? എവിടെ നിന്നാണ് അവർ വന്നിരിക്കുന്നത്? പേരുകേട്ട ചാരസംഘടനയായ മൊസാദ് എന്തായി? ഒന്നും സംഭവിച്ചില്ല ഹമാസ് പോരാളികൾക്ക്. അവർ ഇപ്പോഴും ഗസയിൽ തന്നെയുണ്ട്, വിമോചനത്തിൻ്റെ ശബ്ദമായി. ഓരോ രക്തസാക്ഷികളിൽ നിന്നും, ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേർ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ശബ്ദമായി, ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ പ്രതീകമായി.